ഒരു 2 ഇയർ മുമ്പ് എൻ്റെ സ്കിൻ്റെ ഇത്രയും ടാനും ഡള്ളും ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്ന് നോക്കിക്കേ, എന്തൊക്കെ ചേഞ്ച് വന്നെന്ന് കണ്ടോ? ഈ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് എനിക്ക് അറിയത്തില്ല, എന്നോട് ക്ഷമിക്കണം. ആറ്റുനോറ്റൊരു ലോങ് വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോഴത്തേക്കും ഈ അമ്പലത്തിലെ പാട്ട്, ഏതോ ഒരു വീടിന്റെ പണി. ബട്ട് സ്റ്റിൽ നമുക്കിത് എടുത്ത് തീർക്കണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരിക്കലും ഒരു വെളുത്തിട്ട് പാറിയ റിസൾട്ടിന്റെ വീഡിയോ അല്ല. ഇത് എങ്ങനെ എന്റെ സ്കിൻ ഒന്ന് ഹെൽത്തി ആയി ഗ്ലോ വന്നു, ടാൻ എങ്ങനെ റിമൂവ് ആയി എന്നുള്ള വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ. പണ്ടത്തെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിലും നെക്കിലും കയ്യിലും കാലിലും ഒക്കെ ഒടുക്കത്തെ ടാൻ ആയിരുന്നു. കാരണം എങ്ങനെ സ്കിൻ കെയർ ചെയ്യണമെന്നോ സ്കിൻ പ്രെപ്പ് എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മസ്റ്റായിട്ട് സൺസ്ക്രീൻ എന്താണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. നേരത്തെ പിക്ക് കാണുമ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ടാൻ എൻ്റെ കഴുത്തിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം അത് മാറി. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. ഈ സാധനം ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തി. ഈ സാധനം ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. കോട്ടയ്ക്കലിലെ നാൽപ്പാമരാതി തൈലമാണ് ഇത്. യൂസ് ചെയ്ത് ഡെയിലി ഫേസ് മസാജ് ചെയ്താൽ ഉണ്ടല്ലോ, നമുക്ക് ടാൻ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ല ചേഞ്ച് ആയിരിക്കും. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷ് ഒന്നും ഞാൻ ഉപയോഗിക്കത്ത് പോലും ഇല്ലായിരുന്നു. അതിന് പകരം സോപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ഫേസ് വാഷ് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ നോക്കണം. കണ്ടില്ലേ, ഞാനൊരു 2 വർഷമായിട്ട് ഈ ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. കുറേ മാറ്റിയും തിരിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് നല്ല രീതിക്ക് വർക്കൗട്ടായ ഒരു സാധനമാണ്. ഫേസ് വാഷ് കഴിഞ്ഞാൽ എന്താന്നുള്ളത് പറഞ്ഞു തരണ്ടല്ലോ. മോയ്സ്ചറൈസർ ഇത് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, ഞാനിത് ഉപയോഗിച്ച് തീർത്ത് ഒരു പരുവാക്കി വെച്ചേക്കുകയാണ്. ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് സൺസ്ക്രീനും അടങ്ങിയിട്ടുണ്ട്. SPF 15 ഉണ്ട്. ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. മസ്റ്റായിട്ട് വേണ്ടതാണ് സൺസ്ക്രീൻ. ഇത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിനിപ്പോൾ തണലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മോയ്സ്ചറൈസറിന്റെ കൂടെ സൺസ്ക്രീൻ ഇടണം. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ UV ഡോക്സിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് 50 PA+++ ഉണ്ട്. ഈ ഒരു സൺസ്ക്രീനിന് നല്ല അത്യാവശ്യം കുറച്ച് വിലയുണ്ട്. പക്ഷെ അതിലേറെ ഇതുകൊണ്ട് യൂസ് ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ കുറേയേറെ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം അതുപോലെ ഞാൻ ആഴ്ചയിലും ഞാൻ ഡെയിലിയും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്കിന്നിന് കേർഡിനെക്കാട്ടും, അതായത് തൈരിനെക്കാട്ടും പാല് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. സോ വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. കുറേ എടുത്ത് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് കണ്ടിട്ട് കുറേ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കിൻ ഇങ്ങനെ ഗ്ലോ ആയിക്കൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു കൺസിസ്റ്റൻസി, എൻ്റെ ഈ റൂട്ടീൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു കൺസിസ്റ്റൻസിയാണ് എൻ്റെ ഫേസിന് ഇത്രയും ചേഞ്ച് ആക്കാൻ കാരണം എന്നാണ്. നമ്മൾ എന്തൊരു സാധനം യൂസ് ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അതിലൊരു ചേഞ്ച് വരും. അതും ഒരു മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ചേഞ്ച് വരണമെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു ഗ്ലോ. രാവിലെ മാത്രമല്ല, രാത്രിയും സ്കിന്നിനെ ഒന്ന് സെറ്റാക്കി വെക്കാൻ ഞാനൊരു നൈറ്റ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ കണ്ടുപിടിച്ച കുറേ ഫേസ് പാക്കും പിന്നെ എന്നെ ആ ഒരു ടാൻഡ് ഫേസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൊരു കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റുട്ടീനും വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.